Yes, good morning all of you. നാടോടുമ്പോൾ നടുവേ ഓടണം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവൃത്തികളിലും മാറ്റം വരുത്തേണ്ടത് ഒരു അനിവാര്യതയാണ്. അല്ലെങ്കിൽ നമ്മൾ കാലത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകും നമ്മൾ. അല്ലെങ്കിൽ മാറ്റം വരാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ചേഞ്ച് എന്ന് പറയും. CHANGE, ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാല് മാറ്റം നടത്തും. ആ ചേഞ്ചിന്റെ സിയും ഇയും ആദ്യത്തെ അവസാനത്തെ വാക്ക് മാറ്റി കഴിഞ്ഞാൽ ഹാങ് എന്ന് പറയും. നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കും. ഏത് വേണം? ചേഞ്ച് ആണെങ്കിൽ നമുക്ക് സക്സസ് ഗ്യാരണ്ടിയാണ്, ഉയർച്ച ഉറപ്പാണ്. ഹാങ് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ആ സ്പെല്ലിംഗിൽ തന്നെ എല്ലാം ഉണ്ട്. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസർ ആയിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം ഞാനൊരു എന്റർപ്രണർ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു എന്താ പറയുക മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അതിനുള്ള സ്കില്ലുകൾ ആർജിക്കുന്നു. അതിന് വേണ്ട എന്തൊക്കെ ട്രെയിനിങ് ഉണ്ടോ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. എവിടെയൊക്കെ യാത്ര വേണം അത്രയും യാത്ര ചെയ്ത് പുതിയ പുതിയ ലൊക്കേഷനിലേക്ക് കവർ ചെയ്യുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 14 സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ വന്നു എനിക്കിപ്പോൾ അറിയാൻ പാടില്ല. ഒരു 8 കോടി വിറ്റുവരവ് നടക്കുന്നുണ്ട്. എനിക്ക് കാണുന്നത്, ഞാൻ കഴിഞ്ഞ 6 വർഷം കൊണ്ട് മോദിക്കേറിൽ എന്റെ വൈഫാണ് ബിസിനസ് ഓണർ ഉണ്ടായിരുന്നത്. ഇപ്പോ ഞാൻ സർവീസ് റിട്ടയർ ചെയ്ത ശേഷം 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആയിട്ട് എടുത്തേക്കുക. അപ്പൊ എനിക്ക് ഇനി കാണുന്ന കാര്യത്തില് മോദിക്കേർ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയേക്കാണ്. അവര് ആ റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങൾ വരാൻ തുടങ്ങി. ഇത് പഠിക്കേണ്ട വിഷയം തന്നെ. ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തെ അറിവ് ഞാൻ നേടിയിട്ടുണ്ട്. ആ അറിവ് എന്തിനു വേണ്ടി വെച്ചാല് വലിയൊരു ഗ്രോത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇൻഡസ്ട്രി ഈസ് ഫാസ്റ്റ് ഗ്രോയിങ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും അത് 24ാം നൂറ്റാണ്ടിലെ ബിസിനസ് ആണെന്ന രീതിയിൽ നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ തന്നെ അതിന്റെ വിഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ലോകത്തിലെ ഇനി 24ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മളിനി മാറി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് മാറാനും സ്ട്രാറ്റജീസ്, നമ്മൾ ഇപ്പൊ മോദിവേ ഒരു റേഞ്ചില് കുറേയധികം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ റേഞ്ചിലേക്ക് നമ്മളും എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് പ്ലാൻ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോ നീഡ് ഓഫ് എൻ അവർ, ഈ അവറിലെ ഏറ്റവും തിരക്കേണ്ട കാര്യമുണ്ട്. അതിനകത്ത് ഏറ്റവും ചെയ്യേണ്ട കാര്യം നമുക്ക് അതിനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓരോരുത്തരും കൊണ്ടുവരേണ്ട ആവശ്യവും. ടീമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഒരു 8-10 കസ്റ്റമർ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം. 8-10 കസ്റ്റമർ ആകെ മതി. ആ 8-10 കസ്റ്റമർ നമുക്ക് വലിയ വോളിയം ചെയ്യാൻ പറ്റും. കാര്യം ഹൈ വാല്യൂ പ്രൊഡക്റ്റ് ആണ്, പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ബാക്കിയുള്ള 50 ബി 100 ബി അങ്ങനെ നടക്കട്ടെ, കുഴപ്പമില്ല. ആ ലോയൽറ്റിയും കാര്യം അങ്ങനെ പോട്ടെ. ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് സ്മാർട്ട് ഷോപ്പുകൾ പോലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. സ്മാർട്ട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറുതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും ആള് ഒരു പ്രൊഡക്റ്റ് മാത്രം 1-2 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രിഫേർഡ് കസ്റ്റമർ ആക്കി ലോയൽറ്റിയുടെ ബെനിഫിറ്റും പോസ്റ്റ് പർച്ചേസിന് ഓഫറും കിട്ടി അതിന് നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമാണ്. അധികം പ്രിഫേർഡ് കസ്റ്റമർ നിന്നോട്ടെ. പക്ഷെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് ഒരു അഡ്വൈസറിയിൽ മാറുന്ന ആൾക്കാര്, വരുമാനം കിട്ടുന്ന താല്പര്യമുണ്ട്, അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന താല്പര്യമുണ്ട്. അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും അവർ അഡ്വൈസർ ആകണം. അവരൊരു 2-3 മാസം പ്രൊഡക്റ്റ് ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് സ്മാർട്ട് ഷോപ്പിന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 15,000-20,000 മുടക്കി സ്മാർട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ തന്നെ അവർക്ക് എല്ലാ മാസവും 300 ബിയോ 500 ബിയോ 1000 ബിയോ 2000 ബിയോ ചെയ്യാൻ രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ട കാലഘട്ടമാണ്. ആ ഒരു മാറ്റം മോദിക്കയിൽ വന്നു കഴിഞ്ഞു. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും കസ്റ്റമർ കമ്മ്യൂണിറ്റി നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഹ്യൂജ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ചെയ്യേണ്ടി ഇനി തൊട്ടു. പഴയ പോലെ ഒരു വെറുതെ ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ വെച്ചുകൊണ്ടുള്ള ബിസിനസ് അല്ല ഇനി ചെയ്യാൻ പറ്റും. ആ മാറ്റം നമ്മൾ മനസ്സിലാക്കണം. ഇമ്പാക്ട് പോലത്തെ ഒരു പ്രോഗ്രാം നമുക്ക് തരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഒരാൾക്ക് വേണ്ട ട്രെയിനിങ്ങൾ എങ്ങനെ ചെയ്യാം, സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി ട്രെയിനിങ് നമുക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരാൾക്കുടെ സെയിൽസ് സ്കിൽ എങ്ങനെ നോക്കാം, എങ്ങനെ സെയിൽസ് ക്ലോസ് ചെയ്യാം, എങ്ങനെ അതിന് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിന് ആ പറയുന്ന ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, വളരെ സ്പെസിഫിക് ആയ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ കാണുന്ന ഒരു തരംഗം 300 ബി 500 ബി 1000 ബി 2000 ബി ചെയ്യുന്ന ആളുകൾ ഓൾറെഡി തന്നെ മോദിക്കൽ പ്രൊഡക്റ്റ് കഴിഞ്ഞ 6 മാസം കൊണ്ട് 1.5 ലക്ഷം ബിസിനസ് മാസം ചെയ്യുന്ന വ്യക്തി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ പഴയ സ്വഭാവം 29 വർഷം മുമ്പ് തുടങ്ങിയ സമയത്തുള്ള ആ കാര്യങ്ങൾ വെച്ച് പോകേണ്ട സമയമല്ല. തീർച്ചയായിട്ടും ആ മാറ്റത്തിന് അനുസൃതമായിട്ട് ഒരാളെയും കെട്ടിയേൽപ്പിക്കാതെ ഒരാൾക്കും ബൾക്ക് ബില്ലിംഗ് ചെയ്യാതെ തന്നെ ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്റെ ബാക്കിൽ കാണുന്ന വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റാണ്.
ഞാനിത് ഉപയോഗിച്ചു. അതിന് സെൽഫ് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഓരോ പ്രൊഡക്റ്റും സെൽഫ് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉപയോഗിച്ചു. 3 മാസം കൊണ്ട് എന്റെ തൂക്കം 9 കിലോ കുറച്ചു. ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. എന്നെ പണ്ട് ഇടുന്ന അറിയാം, നല്ല ബൾക്കിയായിരുന്നു. ആ ബോഡിയിൽ നിന്ന് ഇത്രയും 9 കിലോ കുറയ്ക്കാൻ സാധിച്ചത് മോദി കെയറിന്റെ ഷേപ്പ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അത് ഉപയോഗിച്ച് നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ചേഞ്ച്. ആ ഒരു സ്റ്റാർട്ടർ പാക്ക് ഇപ്പോ കമ്പനി നമുക്ക് വേണ്ടി 1 മാസത്തേക്ക് കഴിക്കാനുള്ള 30 ദിവസം കഴിക്കാനുള്ള സ്റ്റാർട്ടർ പാക്ക് ഇറക്കി കഴിഞ്ഞു. അത് നമുക്ക് ആകെ ചാർജ് വരുന്നത് ഒരു 6000 രൂപ അടുത്ത് വരുന്നുള്ളൂ. അതിന്റെ ഓരോരോ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഒരു 1400 രൂപ പിന്നെയും കൂടുതൽ വരും കേട്ടോ. കമ്പനി നമുക്ക് വേണ്ടി അത്രയധികം കാര്യങ്ങൾ ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു പാക്ക് വാങ്ങിക്കാൻ 100 രൂപയാവും, 100 PV ആവുള്ളൂ. അപ്പൊ നമുക്കൊരു 3 പേർക്ക് പ്രൊഡക്റ്റ് വണ്ണം കുറയ്ക്കാവുന്ന പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ച ശേഷം അവർക്ക് ഷെയർ ചെയ്യണമെങ്കിലും 300 PV ആയി. 10 പേര് കൊടുക്കാൻ സാധിച്ചാൽ സംഗതി മാറി. നമുക്ക് ഡയറക്ടർ ആകാൻ സാധിക്കും. 1200 PV ഡയറക്ടർ ആകാൻ സാധിക്കും. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചു 10 പേര് കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ ഡയറക്ടർ ആകാൻ സാധിക്കും. എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ മാറി നോക്കി. ഈ മാറ്റം മനസ്സിലാക്കണം നമുക്ക്. അതില് ഷിഫ്റ്റ് ലൈഫിന്റെ പ്രൊഡക്റ്റ് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. സോ തയ്യാറെടുക്കുക. നമ്മള് ഇത്രനാൾ കണ്ട മോദി കെയറല്ല ഇനി കാണാൻ പോകുന്നത്. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എയർ ഹോസ്റ്റസ് പറയും സീറ്റ് ബെൽറ്റ് മുടക്കാൻ പറയും. ഞാൻ മുറുക്കില്ല, ഞാനിത് മാറ്റാൻ തയ്യാറാണെന്നെങ്കിൽ നമ്മൾ തെറിച്ചു പോയി കോക്പിറ്റിൽ വീഴും, അപകടം സാധ്യത കൂടുതലാണ്. ഇതേപോലെ ഈ സമയത്ത് കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് ടേക്ക് ഓഫ് ടൈമാണ്. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ വിഷണറീസ് ആയിട്ടുള്ള നമ്മുടെ സമീർ മോദിക്ക് 1000 നന്ദി പറയുന്നു. നമ്മുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ജിഷ സാറിനും ദിനേശ് സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. അവരുടെ കാഴ്ചപ്പാടും കമ്പനിയുടെ വിഷനും കമ്പനിയുടെ പ്രൊഡക്റ്റ് ലോഞ്ചും അവർ ഇത്രമാത്രം വലിയ ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടില്ല. ഇനിയാണ് നമ്മൾ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. വലിയൊരു ഗെയിമിന് വലിയൊരു പിക്ചറിനെ കാണാൻ പോവാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറേണ്ടത്. സോ എല്ലാവർക്കും ആ വലിയൊരു ഗ്രോത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബെസ്റ്റ് ടൈമാണ് വരുന്നത്. മോദി കെയറിന്റെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനിയിലേക്കുള്ള മോദി കെയറിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിലേക്ക് നമുക്ക് ഒന്നിച്ചറിയാം. ലിഫ്റ്റിംഗ് ടൈഡ് ഓൾവേസ് ലിഫ്റ്റ് ദ ഷിപ്പ് എന്ന് പറയുന്നത് കമ്പനി അങ്ങനെ വലിയ തീരുമാനമെടുത്തുകൊണ്ട് അതിൽ കൂടെ നിൽക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ആ വളർച്ചയ്ക്ക് ഉയരാൻ സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സി യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.